ഗൈസ്, അപ്പോൾ നമ്മളിന്ന് മുമ്പേ അരിഞ്ഞ സവോളയുടെ ബാക്കിയാണ്. നമ്മളിപ്പോൾ ഇത് കടുകാ പൊട്ടുന്ന സാധനമാണ്. നമ്മുടെ മായപ്പഴക്കം കൂട്ടിപ്പോൾ പൊട്ടും. നമുക്ക് ഇച്ചിരി ദൂരോട്ട് ഓടി പോവാം. ഗൈസ്, കിടന്ന് പൊട്ടുന്ന പൊട്ട് കണ്ടോ? നമ്മളിപ്പോൾ ഓടിയിട്ടുണ്ട്. എന്തുവാന്നൊന്നും അറിയത്തില്ല. ഇപ്പം ഇത് പൊട്ടിത്തെറിക്കും. ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ച സവോള ഇട്ട് ഇടാൻ പോവാം. ഇത് ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, ചിലപ്പോൾ ദേഹത്ത് വരും വീഴുവേ. ഇടുവാണ്, ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വഴട്ടാം. വഴറ്റാൻ പോകണം. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് പിടിക്കാം. നമ്മള് ഗ്യാസ് ഇതിൽ കൂട്ടുവാണ്. ഫ്ലെയിം ഇതിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നായിട്ട് കിട്ടും. നല്ല വശന്നിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കാര്യമാണ്. നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നമ്മളിങ്ങനെ വഴറ്റുമ്പോഴത്തേക്ക് അടിയിൽ പിടിക്കാതെ നോക്കണം. എല്ലാ സൈഡിലും വഴറ്റിയതാണ്, ഒറ്റ സൈഡ് മാത്രം വഴറ്റുണ്ട്. ഇത്രയൊക്കെ വഴറ്റിയിട്ടുണ്ട്. തന്നെ നമുക്ക് നല്ലതായിട്ട് വഴറ്റണം, നല്ലപോലെ വഴറ്റണം. നമ്മളിപ്പോൾ ഫ്ലെയിം ഇച്ചിരി കുറച്ച് വെക്കുകയാണ്. നല്ല പുക വരുന്നുണ്ട്, നമുക്കിത് കാണുന്നില്ല. എണ്ണ ഒഴിക്കുമ്പോൾ ഇച്ചിരി കൂട്ടി ഒഴിക്കണം. അതായത് ഇപ്പോൾ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചുള്ളൂ, അതുകൊണ്ടാണ് പിന്നെ നല്ല പുക വരുന്നത്. ണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഇച്ചിരി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ വഴറ്റണം. സൈഡൊക്കെ ഇച്ചിരി സവോള കിടപ്പുണ്ടാകും, നമുക്ക് ശരിക്കും വഴറ്റിയെടുക്കാം. അപ്പം ഇത് വഴറ്റി ശരിയാകെ നമുക്കൊന്ന് ഉപ്പിടാം. ഉപ്പിടുന്നേക്കാളും മുമ്പ് നമ്മൾ കുറയ്ക്കണം. കുറച്ചതിന് ശേഷം ഒരു കുറച്ച് വെള്ളം നമ്മൾ കയ്യിലെടുത്തതിന് ശേഷം ഒന്ന് ഇങ്ങനെ അടുത്ത് വെക്കുക. എന്നിട്ട് ഉപ്പെടുക്കണം. അതാണ് ഞാൻ ഉപ്പെടുത്തിട്ടുണ്ട്. ഉപ്പെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് അത്ര ഉപ്പിടാം. ഉപ്പ് ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉപ്പ് ആവശ്യത്തിനിടാം. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇത്തിരി സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പം നമ്മൾ ഇപ്പം മുളക് പൊടി ഇടണം. അപ്പം നമ്മൾ നേരത്തെ ആയതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഇത് പോവും. മുളക് പൊടി ഇടാം. ഇവിടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് അടിയിൽ പിടിച്ചെന്നാണ് തോന്നുന്നത്. അടിയിൽ പിടിച്ചെന്നാണ് നമുക്ക് തോന്നുന്നത്. കണ്ടിട്ട് ചെറിയ കരിഞ്ഞോട്ട് തോന്നുന്നുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വെക്കാവുള്ളേ, എനിക്ക് ഇത് കരിഞ്ഞു പോകും. കണ്ടോ, എൻ്റെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്.
ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടിയാണ് വെച്ചത്, പിന്നെ എണ്ണ ഇച്ചിരി കുറച്ചുമാണ് അത്. കറിവേപ്പിലാണെങ്കിൽ അത് ഇടാം, പിന്നെ വെളുത്തുള്ളി ആണെങ്കിൽ വേണം ഇച്ചിരി അത് കിട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടും. അതെ, നമ്മുടെ ഉള്ളി മെഴുക്കുവരട്ടി തയ്യാറായിട്ടുണ്ട്. ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ അമ്മയെ വിളിക്കാം. അമ്മേ വന്നേ.